വ്യത്യസ്തനായൊരു ബാർബറാം ഞാൻ ബാലൻ എന്നൊക്കെ പറഞ്ഞ് മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും പ്രചോദിപ്പിച്ചുമൊക്കെ കടന്നുപോയ ഒരു മഹാ നടൻ. കോമഡി താരങ്ങൾ കൂടുതൽ വിഷയങ്ങൾ, അതായത് കോമഡി വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന താരങ്ങൾ ഒരുപക്ഷെ മഹാനടന്മാർ എന്ന കാറ്റഗറിയിൽ നമ്മൾ പറയാറില്ല. മെഗാസ്റ്റാർ മമ്മൂട്ടി, സൂപ്പർ സ്റ്റാർ മോഹൻലാൽ എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു കേഡറിൽ നമ്മൾ സംസാരിക്കാറില്ല. കാരണം ഇവർ ചെയ്യുന്നത് മിമിക്രിയും ചിരിപ്പിക്കുന്ന പരിപാടികളൊക്കെയാണ്. പക്ഷേ ചാർലി ചാപ്ലിൻ വളരെ വ്യത്യസ്തമായി സമൂഹത്തെ ചിന്തിപ്പിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേവലം ചിരിപ്പിക്കുക മാത്രമല്ല, ഒരു സമൂഹത്തെ ചിന്തിപ്പിക്കുക കൂടി ചെയ്യുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. കുഞ്ചൻ നമ്പ്യാർ ആക്ഷേപഹാസ്യം എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഒരു സമൂഹത്തെ ആകെ ചിന്തിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ കേരള ചലച്ചിത്ര രംഗത്തെ, സിനിമാ രംഗത്തെ അതികായകന്മാരിൽ അത്തരത്തിൽ വ്യത്യസ്തമായി ചിന്തിക്കുന്ന, തൻ്റെ നിലപാടുകൾ കൃത്യമായി പറയുന്ന, താൻ കോൺഗ്രസ് ആണ്, അതിൻ്റെ പേരിൽ തനിക്ക് ഇനി ഒരു സിനിമ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം EMSൻ്റെ കാലം മുതൽ പുരോഗമന കലാസാഹിത്യ സംഘമെന്നും അല്ലാത്ത അതിൽ വരാത്തവരൊക്കെ ഈ സാമൂഹ്യ വിരുദ്ധരാണ്, അല്ലെങ്കിൽ അവർ കൊള്ളാത്തവരാണ്, അവർ മുതലാളിമാരാണ്, അവർ സാമ്രാജ്യത്വവാദികളാണ്, അവർ മുതലാളിത്തത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്, ജനപക്ഷത്തുള്ളവരല്ല, ഹൃദയപക്ഷത്തുള്ളവരല്ല, ഞങ്ങളെ കൂടെ നിൽക്കുന്നവർ മാത്രമാണ് ജനപക്ഷത്തുള്ളവർ, ഞങ്ങൾ ചെയ്യുന്ന തെറ്റും ശരിയും എല്ലാം മനസ്സിലാക്കി ഞങ്ങൾ ചെയ്യുന്ന തെമ്മാടിത്തരങ്ങൾ വേണമെങ്കിൽ അതും ഉൾപ്പെടെ ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്നവർ ശരി, അല്ലാത്തവരെ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്നുള്ള രീതിയിൽ ഒരുപാട് കലാ സാഹിത്യ രംഗത്തെ ആളുകളെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് വളരെ അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിൽ സാംസ്കാരിക നായകരെ കിട്ടാനും സിനിമാ നടന്മാരെ കിട്ടാനും ഒക്കെ പ്രയാസമാണ്. ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കോൺഗ്രസ്സുകാർ ഉപദ്രവിക്കാറില്ല. ബി ജെ പി ഇപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ടാണല്ലോ കേരളത്തിൽ ഈ രംഗത്തൊക്കെ വന്നത്. കോൺഗ്രസ്സുകാർ അങ്ങനെ ഉപദ്രവിക്കാറില്ല. നീ കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും നന്മയുണ്ടെങ്കിൽ അംഗീകരിക്കും. അതേസമയം കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവരല്ലാത്ത ആരെയും ഉൾക്കൊള്ളുകയില്ല. ഇനി അവരാണെങ്കിൽ തന്നെ അകത്ത് നിർത്തി സ്നേഹിച്ച്, അങ്ങനെ ഒരു നല്ല രസകരമായ ഒരു കോയിനുണ്ട്, ഒരു സേ ഉണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ഗുണം കൂടെ നിന്നാൽ സ്നേഹിച്ചു കൊല്ലും, മാറി നിന്നാൽ ദ്രോഹിച്ചു കൊല്ലും. ഇതെല്ലാവർക്കും ബാധകമാണ്. രണ്ടായാലും കൊന്നിരിക്കും എന്നുള്ളതാണ്, കൊല്ലൽ ഉറപ്പാണ്. അപ്പോൾ വളരെ കൃത്യമായി ഈ തൻ്റെ നിലപാട് മലയാള സിനിമയിൽ നിൽക്കുമ്പോൾ തന്നെ കൃത്യമായി കോൺഗ്രസ് ആണ് ഞാൻ എന്ന് പറയാറുണ്ട്. രമേഷ് പിഷാരടി പക്ഷെ പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്, അത് MLA ആയി. മുകേഷ്, പിന്നെ അതുപോലെ തന്നെ ജഗദീഷിന് അതിൻ്റെ ഗുണമുണ്ടായില്ല, MLA ആയിട്ട് നിന്നും തോറ്റുപോയി. ഞാൻ പറഞ്ഞത് സലീം കുമാർ ഒരുപക്ഷെ നല്ല ആരോഗ്യവാനായിരുന്നുവെങ്കിൽ, 56 വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിന്, ആരോഗ്യവാനായിരുന്നെങ്കിൽ ചലച്ചിത്ര അക്കാദമിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹിത്യ അക്കാദമിയുടെയോ സിനിമ, കലാ സാംസ്കാരിക സഹകരണ മേഖലകളുടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ സർക്കാരിന് സംബന്ധിച്ചിടത്തോളം, ന്യൂമറസ് ഓപ്പർച്യൂണിറ്റിയാണുള്ളത്. അവിടെ എവിടെയെങ്കിലും കൃത്യമായി സലീം കുമാർ ഇരിക്കുമായിരുന്നു. കാരണം പരവൂർക്കാരനാണ് അദ്ദേഹം, VD സതീശൻ്റെ സഹോദര തുല്യനാണ് എന്ന് VD സതീശൻ പറഞ്ഞു. പ്രായം കൊണ്ട് VD സതീശൻ്റെ ഇളയതാണ്, 56 വയസ്സേ ആയിട്ടുള്ളൂ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അത് സ്ത്രീ ആയാലും പുരുഷനായാലും 56 വയസ്സ് വലിയൊരു പ്രായമല്ല. 60 വയസ്സ് പോലും, ഷഷ്ടിപൂർത്തി പോലും ആവുന്നതിന് മുമ്പ് മലയാള സിനിമാ ലോകത്തു നിന്ന് വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിന് നിരവധി അസുഖങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി സ്ട്രക്ചർ തന്നെ കുറച്ചുകൂടി ഒരു നല്ല വണ്ണവും പൊക്കവും ഒക്കെ ഉള്ള ഒരു പ്രത്യേകതരം ബോഡി സ്ട്രക്ചറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിരവധി അസുഖങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, ഓപ്പറേഷനുകൾ നടന്നിരുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും തൻ്റെ വ്യക്തിത്വത്തെ, താൻ ഉറച്ചു പിടിക്കുന്ന നിലപാടിനെ ഒരു കാരണവശാലും മാറ്റാതിരുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ വൈറലായിട്ടുള്ള ഒരു വീഡിയോ, അദ്ദേഹം VD സതീശന് വേണ്ടി പ്രസംഗിച്ചതിൻ്റെ വളരെ വൈറലായിട്ടുള്ളൊരു വീഡിയോ കേരളം മുഴുക്ക ചർച്ച ചെയ്തതാണ്. അപ്പോൾ വളരെ വലിയ ഒരു കലാകാരനാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. സിനിമാ രംഗത്തെ അതികായകന്മാരോടൊപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ മിമിക്രി അല്ലെങ്കിൽ വ്യത്യസ്ത ഭാവങ്ങളിലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിൽ സലീം കുമാറിൻ്റെ ഒരു ടച്ചുണ്ട്. ഓരോരുത്തരും അന്തരിച്ചു പോകുമ്പോൾ, മരിച്ചു പോകുമ്പോൾ വലിയ നഷ്ടമാണ് നമുക്കുണ്ടാകുന്നത്. കലാഭവൻ മണി ഇവിടെ മരണം വളരെ വലിയ നഷ്ടമാണ് മലയാള സിനിമയ്ക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ അതുപോലെ തന്നെ പ്രായമായി മരിച്ചു പോകുന്നത് നമുക്ക് മനസ്സിലാകും. പക്ഷേ ചെറിയ പ്രായത്തിൽ മരിച്ചു പോകുമ്പോൾ
അത് കലയ്ക്കും സാഹിത്യത്തിനും സംസ്കാരത്തിനും സമൂഹത്തിനും, പ്രത്യേകിച്ച് സലിംകുമാറിനെ പോലുള്ള ആളുകൾ സമൂഹത്തിനും വലിയ ഒരു നഷ്ടമാണുള്ളത്. കാരണം ഒരു കലാകാരൻ മാത്രമായിരുന്നില്ല സലിംകുമാർ. നല്ല നിലപാടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രേംകുമാറിനെയൊക്കെ പോലെയുള്ള ആളുകളാണ്. നല്ല നിലപാടുകൾ പറയുന്ന, കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന, വളരെ കൃത്യമായിട്ടുള്ള കലാകാരന്മാരിൽ പെടുന്ന ആളാണ് സലിംകുമാർ. എന്തായാലും അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം നമുക്ക് വളരെ ദുഃഖത്തോടു കൂടി മാത്രമേ ആ വാർത്ത കേൾക്കാനും വായിക്കാനുമൊക്കെ കഴിയുകയുള്ളൂ. മലയാള സിനിമയ്ക്ക് മാത്രമല്ല, കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തിനും സാമൂഹ്യ രംഗത്തിനും രാഷ്ട്രീയ രംഗത്തിനും വലിയ നഷ്ടമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് കലാകാരന്മാർ പണ്ടേ അവരെ കൂടെ കുറവാണ്. ഒരുപാട് പേര് കോൺഗ്രസ്സിനോട് താല്പര്യമുള്ളവരുണ്ട്. പക്ഷേ അവരാരും പരസ്യമായി പറയാറില്ല. ഞാൻ ഈ പറഞ്ഞ ഒരു അടിമ വ്യവസായ സമ്പ്രദായത്തിൽ നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഞാൻ കോൺഗ്രസ് ആണ്, അല്ലെങ്കിൽ ഞാൻ കോൺഗ്രസ്സിന് വേണ്ടി നിലനിൽക്കുന്നു എന്ന് പലരും പറയാറില്ല. അങ്ങനെ ഞാൻ കോൺഗ്രസ് ആയാലും എനിക്ക് അവസരങ്ങൾ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ രാഷ്ട്രീയ നിലപാട് പറയും എന്ന് ഉച്ചത്തിൽ പറയുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള സലിംകുമാർ അന്തരിച്ചുപോയി. ഇന്ന് നമ്മളൊപ്പമില്ല. അദ്ദേഹം ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ കൽപ്പാന്ത കാലത്തോളം കലയും സാഹിത്യവും സിനിമയും ഒക്കെ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പേരും സലിംകുമാറിൻ്റെ പേരും നമ്മൾ ഓർക്കും. വളരെ കൃത്യമായി ഈ അദ്ദേഹത്തിൻ്റെ ഒരു ഫിംഗർ ടിപ്പ് ഉണ്ടാക്കിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഫുട് പ്രിൻ്റ് ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. നല്ല കലാകാരനാണ്, നന്നായി അഭിനയിക്കും. അഭിനയിച്ച ചിത്രങ്ങളിലൊക്കെ വലിയ റേറ്റിംഗ് ഉള്ള വലിയ മെഗാ ചിത്രങ്ങളിലൊക്കെ ധാരാളം അഭിനയിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു കലാകാരനാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കലാകാരൻ എന്നതിലുപരി ഒരു സാമൂഹ്യമായ വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന, ഒരുപാട് വിഷയങ്ങളിൽ ആശാ വർക്കേഴ്സിന് സമരം വന്നപ്പോൾ, അതുപോലെ തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ വന്നപ്പോൾ, സാമൂഹ്യ വിഷയങ്ങൾ വരുമ്പോഴൊക്കെ സലിംകുമാറിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാവും. അത് പൊതുസമൂഹത്തിന് വലിയ പ്രചോദനം നൽകുന്നതുമാണ്. തീർച്ചയായിട്ടും സലിംകുമാറിൻ്റെ ദേഹവിയോഗം പൊതുസമൂഹത്തിനുണ്ടായ നഷ്ടവും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുണ്ടായ നഷ്ടവും നികത്താൻ കഴിയുന്നതല്ല. സിനിമാ നടന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു നടൻ പോയാൽ മറ്റൊരു നടൻ വരാം. പക്ഷെ ഒരാൾ മരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മറ്റൊരാൾ ചാൻസ് വരെ കിട്ടുന്നത്. ജയൻ മരിച്ചപ്പോഴാണല്ലോ മോഹൻലാലും മമ്മൂട്ടിയും രതീഷും ശങ്കറും അടക്കമുള്ള ഭീമൻ രഘുവും അടക്കമുള്ള ഒരു സംഘം ആളുകൾ വന്നത് ജയൻ്റെ മരണത്തോടു കൂടിയാണല്ലോ. അങ്ങനെയൊക്കെ സംഭവിക്കാം. ഒരാൾ കളമൊഴിയുമ്പോഴായിരിക്കാം മറ്റുള്ളവർക്ക് അവസരം വരുന്നത്. അത് പ്രധാനമാണ്. പക്ഷെ അതിനപ്പുറം ആ കളമൊഴിയുന്ന ആൾ കൃത്യമായ നിലപാടുകളുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും സമൂഹത്തിന് വലിയ നഷ്ടമാണുള്ളത്. വ്യക്തികൾ ഒന്നുമല്ല എന്ന് പറയും പലപ്പോഴും നമ്മൾ. പക്ഷേ വ്യക്തികൾ എല്ലാമാണ്. അവരുടെ നിലപാടുകൾ വളരെ പ്രധാനമാണ്. അങ്ങനെ സ്വന്തം നിലപാടുള്ള, ശരിയായാലും തെറ്റായാലും തനിക്കൊരു നിലപാടുണ്ടെന്ന് പറയുന്ന വലിയൊരു കലാകാരൻ, ഒരു പ്രതിഭ നമുക്ക് ഇന്ന് നമ്മോടൊപ്പമില്ല. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുള്ള അനുശോചനത്തിലും ദുഃഖത്തിലുമല്ലേ പങ്കെടുക്കുന്നു. കൃത്യമായി ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്.